ഹായ് ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. പണ്ട് കുക്കിംഗ് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇത് ഫസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അവക്കാഡോസ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, ആപ്പിള്, ബെൽ പെപ്പേഴ്സ്, യെല്ലോ, റെഡ്, ഓറഞ്ച്, പിന്നെ കുറച്ച് ഒരുപാട് പഴുത്തിട്ടില്ല എന്നാൽ പച്ചയല്ലാത്ത മാംഗോസ്, പിന്നെ ക്യൂക്കുംബർ, പിന്നെ ഇത് റോക്കറ്റ് ലീവ്സ് എന്ന് പറയും. ഇതൊരു തരം സാലഡ് ലീഫാണ് അത്. പിന്നെ കുറച്ച് ബ്ലൂബെറി, പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം മുളകും, പച്ചമുളകും, പിന്നെ മല്ലിയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ബാക്കി ആ മുകളിലത്തെ ഭാഗം, അതിൻ്റെ മൂട്ടിലെ ഭാഗം, പിന്നെ സാധാ നോർമലി മാരിനേറ്റ് ചെയ്തിട്ട് തവ ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കൻ്റെ പീസസ്, പിന്നെ കുറച്ച് നട്ട്സ്, സീഡ്സ്. അതിനകത്ത് ബ്രസീൽ നട്ട് ഉണ്ട് ഒരെണ്ണം. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അപ്പോൾ ബ്രസീൽ നട്ട് നല്ലതാണ്, അത് ഞാൻ ചോപ്പ് ചെയ്തിടും. ഒരെണ്ണം കഴിക്കുന്നത് നന്നായിട്ടാണ്. പിന്നെ ഞാൻ സോക്ക് ചെയ്ത കുറച്ച് ആമണ്ട്സ് ഒരു 5 എണ്ണം, പിന്നെ കുറച്ച് കാഷ്യൂസ്, ഒരു 2 വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, സെസമി സീഡ്സ് വൈറ്റും ബ്ലാക്കും, പിന്നെ സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും. പിന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് യോഗട്ട്, പിന്നെ വേണ്ടത് ഒലിവ് ഓയിൽ, പിന്നെ ഉപ്പും കുരുമുളകും, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സാലഡ് സെറ്റാക്കിയാലോ. നമുക്ക് എങ്ങനെ വേണോ എങ്ങനെ കട്ട് ചെയ്ത് വെക്കണമെങ്കിലും നമുക്ക് വെജീസ് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനും പിന്നെ വൈകുന്നേരത്തേക്കിനും കഴിക്കാനും ഉള്ളതാണ്. അപ്പോൾ വൈകുന്നേരത്തേക്കിന് കഴിക്കാനുള്ളത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഞാൻ വൈകുന്നേരത്തേക്കിനാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ബൗൾ എടുക്കുകയാണ്. ബൗൾ കണ്ട് പേടിക്കണ്ട, ഇച്ചിരി വലിയ ബൗളാണ്, എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആപ്പിള്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ അവക്കാഡോ, ക്യൂക്കുംബർ സ്ലൈസ് ചെയ്തത്, മാംഗോസ് സ്ലൈസ് ചെയ്തത്. നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം ഈ പുറത്തെ തൊലി കളഞ്ഞുകൂടെയെന്ന്. എനിക്ക് ആക്ച്വലി ഈ ഒത്തിരി പഴുക്കാത്ത ഈ ടൈപ്പ് മാങ്ങയുടെ തൊലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ തൊലി കളയാത്തത്. പിന്നെ ബെൽ പെപ്പർ, പിന്നെ കുറച്ച് ടൊമാറ്റോസ്, പിന്നെ നമ്മുടെ റോക്കറ്റ് ലീവ്സ്, ബ്ലൂബെറീസ് കുറച്ച്. ഈ സ്പ്രിംഗ് ഒനിയൻ ഞാൻ ആക്ച്വലി രാത്രിയിലത്തേക്കിന് എടുത്ത് വെച്ചതാണ്, കാരണം ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. അത് ചിലപ്പോൾ നമ്മുടെ വായിൽ മണം വന്നാലോ എന്ന് പേടിച്ചിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇടുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് കുറച്ച്, പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഇതിലെ കുറച്ച് നട്ട്സും സീഡ്സും. ഞാനപ്പോൾ ഇതിനകത്ത് കുറച്ച് നട്ട്സും സീഡ്സും ഇതിനകത്തേക്ക് ഇടാണ്. സോ ഞാൻ ഡ്രസ്സിന് വേണ്ട സാധനങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ളത് യോഗട്ട് ഉണ്ട്, ഗ്രീക്ക് യോഗട്ടാണ്, പിന്നെ കുറച്ച് ചിയാ സീഡ്, പിന്നെ കുറച്ച് ഈ ഞാൻ മുമ്പ് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പിന്നെ പച്ചമുളകും. അത് കൂടാതെ അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസും, പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇത് വിത്ത് മദറാണ്. ഇത് ഒരുപാട് നല്ലതാണിത് ആക്ച്വലി ഡൈജഷൻ്റെയും അങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഇതിൻ്റെ ശരിക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും. ഇത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഈ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല, ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ സാലഡിലൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ അത് സാലഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡൈജസ്റ്റിന് എയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പിങ്ക് സോൾട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാത്രമാണ് ഞാൻ ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിങ്ക് സോൾട്ടും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട്, ഇതിലൂടെ ഇച്ചിരി ചെറിയ ബോട്ടിലാണെങ്കിൽ നല്ലതായിരുന്നു ഷെയ്ക്കാൻ, പക്ഷേ ഇതിലും ചെറിയ ബോട്ടിൽ എൻ്റെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ടാണ്
നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം ചിയ സീഡാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഇച്ചിരി വാട്ടറി ആയിട്ടുള്ള, ഒത്തിരി ഇതല്ല, ഇച്ചിരി വാട്ടറി ആയിട്ടുള്ള സാലഡാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു പൊടിക്കും കൂടെ ആപ്പിൾ സൈഡർ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മുമ്പ് ഒരു ചെറിയൊരു 5 ml പോലും ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഇത് ഷേക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ചേർത്ത മെയിൻ കാര്യം ഞാൻ പറഞ്ഞില്ല, ഗാർലിക് ഞാൻ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. ആ ഗാർലിക്കാണ് നമ്മൾ വിചാരിക്കും പച്ചയ്ക്ക് ഗാർലിക് കഴിക്കുമ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഫ്ലേവർ വരത്തില്ലെന്ന്. പക്ഷേ അല്ല, ഇതിനകത്ത് ഈ സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ ഗാർലിക്കാണ് ഏറ്റവും മെയിൻ സാധനം. നമ്മൾ കഴിക്കുന്നത് അറിയത്തേ ഇല്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത് നന്നായിട്ട്, അതായത് സാലഡിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഗാർലിക്. അപ്പോൾ അത് മറക്കാതെ ഇടണേ. ഈ ഗാർലിക് കൂട്ടാത്തതാണെങ്കിൽ ഇടണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, ഇതാണ് നമ്മുടെ സാലഡ് ഡ്രസ്സിങ്. ഇത് നമ്മൾ സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സാലഡ് സെപ്പറേറ്റും, അതായത് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞത് സെപ്പറേറ്റ് ഒരു ടിഫിനിലെടുത്ത് സാലഡ് ഡ്രസ്സിങ് ഇതുപോലെ ഒരു ബോട്ടിലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അന്നേരം നമ്മൾ ഡ്രസ്സിങ് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഭയങ്കര സോഗി ആയിപ്പോവും, ഭയങ്കര സോഫ്റ്റും സോഗിയും ആയിപ്പോവും. ഒരു ക്രഞ്ച്നെസ് നമുക്ക് കിട്ടത്തില്ല. സാലഡ് തിന്നാനുള്ള ഒരു ഇഷ്ടം അങ്ങോട്ട് പോയി പോവും. അതുകൊണ്ട് നമ്മൾ ഇത് എന്താ പറയുക, ഡ്രസ്സിങ് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചേർത്താൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാണ്. വെജിറ്റബിൾസും ചിക്കനും ഇവിടെ സെറ്റാണ്, വിത്ത് സം ഫ്രൂട്ട്സ് ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് ഡ്രസ്സിങ്. ഇനി ഞാനിത് മിക്സ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ സാലഡ് ഡ്രസ്സിങ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സാലഡ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഈ സാലഡ് കഴിക്കുമ്പോൾ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാം കേട്ടോ. ഞാനതൊരു രസത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്താണ്. നമ്മുടെ പീലർ യൂസ് ചെയ്ത് നമുക്ക് ശരിക്കുള്ള ജുലിയൻ കട്ടല്ല, എന്നാലും ഒരു ജുലിയൻ കട്ട് പോലത്തെ ഒരു ജുലിയൻ കട്ട്, പക്ഷേ ജുലിയൻ കട്ടായിട്ട് പീൽ ചെയ്യാൻ പറ്റുന്ന പീലേഴ്സും കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതൊരു നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഈ സാലഡിനകത്ത് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുക. ചില ഫുഡ് ആദ്യം കണ്ട് ഇഷ്ടപ്പെടണം എന്നാണല്ലോ. അപ്പോൾ ആ കണ്ട ഒരു ഇഷ്ടം വരുത്താനായിട്ട് ഇതിൻ്റെ കട്ടിലൊക്കെ ഒരു വ്യത്യാസം വരുത്തുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മൾ സാലഡ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ വെജീസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആ ക്രിസ്പിനെസ്സോ ക്രഞ്ചിനെസ്സോ നഷ്ടപ്പെട്ടിട്ടുമില്ല. നന്നായിട്ട് മിക്സ് ആയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പച്ചയ്ക്ക് പണ്ട്, സത്യം പറഞ്ഞാൽ ഈ പണ്ട് എനിക്ക് ഈ ക്യാപ്സിക്കം ബെൽ പെപ്പർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ഈവൻ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, നമ്മുടെ മല്ലിയില പോലും എനിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്കത് ചെറുതായി ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ക്യാപ്സിക്കം ഈ റീസെൻറ്റ് ഡേയ്സ് വരെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വെജ് സാലഡ് ഔട്ട്സൈഡ് എവിടുന്നോ കഴിച്ചപ്പോൾ അതിനകത്ത് ബെൽ പെപ്പർ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി ബെൽ പെപ്പറിന് ഇത്രയും നല്ലൊരു അരോമ, ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ തുടങ്ങിയത്, സാലഡിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ഞങ്ങൾ 2 പേർക്കുള്ള സാലഡ് ഉണ്ട്. So hope you're going to try it. And special thanks to my sister. ചേച്ചിയാണ് എനിക്കിതിൻ്റെ സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത്. So thanks a lot for my dear sister. Hope you are enjoying. See you later. Bye bye.